നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ചമ്മന്തി പൊടിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചമ്മന്തി പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു തേങ്ങയാണ് ചിരവിയത് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആവണ വരെ ഒന്ന് ഫ്രൈ ചെയ്യണം. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ കൊപ്ര ഉണ്ടെന്നുണ്ടെങ്കിൽ കൊപ്ര ചെറിയ കഷ്ണങ്ങളാക്കിയതിന് ശേഷം ഇതുപോലെ ഇട്ട് കൊടുത്ത് ഒന്ന് ലൈറ്റ് ബ്രൗൺ കളറാക്കണ വരെ ഒന്ന് വറുത്തെടുത്താൽ മതി. ഇതിലിപ്പോൾ ഞാൻ തേങ്ങയാണ് യൂസ് ചെയ്തേക്കുന്നത്. എൻ്റെ കയ്യിൽ കൊപ്ര ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ തേങ്ങ യൂസ് ചെയ്യുന്നത്. തേങ്ങ യൂസ് ചെയ്താലും നന്നായിട്ടുണ്ടാവും കേട്ടോ. പിന്നെ ഈ തേങ്ങയിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇപ്പൊ നിങ്ങൾക്ക് കാണുന്നില്ലേ, ഇത് നല്ല ഒരു ലൈറ്റ് ബ്രൗൺ കളർ ഷെയ്ഡ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിത് മതി. ഇനി ഇത് നമുക്ക് ഓഫ് ചെയ്ത് ഈ തേങ്ങ ഒരു പ്ലേറ്റിലേക്ക് ആക്കി നന്നായിട്ടൊന്ന് പ്ലേറ്റിൽ പരത്തി ഇട്ട് കൊടുക്കാം. അതൊന്ന് തണുക്കട്ടെ. അതിന് ശേഷം നമുക്ക് ഇത് അരച്ചെടുക്കാം. ഇപ്പൊ ഈ തേങ്ങ ഞാനൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടി വയ്ക്കാം. ഇനിയിപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഈ പാനിലേക്ക് നമുക്ക് ഉണക്കമുളക് വറുക്കാൻ ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഏകദേശം ഒരു 8 മുളകാണ് എടുക്കാൻ പോകുന്നത്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് എണ്ണ ഒഴിക്കാണ്ട് തന്നെ നമുക്കൊന്ന് വറുത്തെടുക്കണം. ജസ്റ്റ് ഒന്ന് നമുക്ക് വറുത്തെടുക്കാം. മുളക് ഏകദേശം ഒന്നായി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇപ്പൊ കാണുന്നില്ലേ, നമ്മുടെ മുളകും കറിവേപ്പില ഏകദേശമൊക്കെ ഒന്നായിട്ടുണ്ട്. മുളകൊക്കെ വല്ലാണ്ട് കരിയണ്ട, ജസ്റ്റ് ഒന്ന് ഈ ഷെയ്ഡ് വന്നാൽ മതി. അപ്പൊ നമുക്ക് ഇതിനെ ഓഫ് ചെയ്യാം. ഇത് നമുക്കിനി ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി മൂന്നാമത് നമുക്ക് വീണ്ടും കടലപ്പരിപ്പ് സെപ്പറേറ്റ് ആയിട്ട് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇത് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഏകദേശം ഇത്ര കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ വളരെ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ, കണ്ടില്ലേ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പം നമ്മുടെ കടലപ്പരിപ്പ് ഏകദേശമൊക്കെ കണ്ടോ, ഒരു ചെറിയ കളർ വന്നിട്ടുണ്ട്. ഇത്രയും മതി, വല്ലാണ്ട് കരിക്കണ്ട. നമുക്കിനിത് ഓഫ് ചെയ്യാം. ഇതും നമുക്കിനി തണുക്കാനായിട്ടൊന്ന് വയ്ക്കാം. അപ്പം ഇനി നമ്മളിപ്പോൾ ആദ്യം വറുത്ത് വെച്ച തേങ്ങ ഇവിടെ ഉണ്ട്. പിന്നെ നമ്മൾ സെപ്പറേറ്റ് വറുത്ത് വെച്ചതാണ് ഈ മുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും. അപ്പം നമുക്ക് ഈ മുളകും കറിവേപ്പിലയും ആദ്യം ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പം ഇത് പൊടിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മിക്സി ജാർ എടുത്തിട്ടുണ്ട്. ഇതിൽ വെള്ളമൊന്നും പാടില്ല കേട്ടോ, നന്നായിട്ട് വൈപ്പ് ചെയ്ത് വെച്ചേക്കണതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ മുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇപ്പം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളക് നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് എത്ര മുളക് വേണോ അത്ര എടുക്കുക കേട്ടോ.
ഇനിയിപ്പോൾ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പം ഞാൻ മുളക് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഞാനിപ്പോൾ നന്നായിട്ട് വൈപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ബൗൾ എടുത്തേക്കാണ്. ആ ബൗളിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള കടലപ്പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. എല്ലാവർക്കും കാണുന്നില്ലേ? ഞാൻ ഇപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ കടലപ്പരിപ്പ് കണ്ടോ? എന്നാലും കുറച്ച് തരിയുള്ള പോലെയാണ് ഞാൻ പൊടിച്ചെടുത്തേക്കുന്നത്. വല്ലാണ്ട് പൊടിയരുത്. കുറച്ച് തരിയുള്ള പോലെ നമുക്ക് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പൊ നമ്മുടെ തേങ്ങ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇത് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കൈവച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, കാണില്ലേ? ഇനി നമുക്ക് ഇതിലേക്ക് ഒരല്പം ഉപ്പ് ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ പുളിയും ചേർത്തിട്ട് നമുക്കൊന്നും കൂടെ ഒന്ന് കറക്കിയെടുക്കണം. അപ്പം നമ്മൾ പുളിയും ഉപ്പും ചേർത്ത് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട്. അപ്പം എൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, മറക്കരുത്. താങ്ക് യു.